ആദ്യമായി തന്നെ ബഹുമാനപ്പെട്ട സാംബൈനോട് എഴുതിയ ഈ പുസ്തകം ഒരിക്കലും ഒരു യാത്രാ വിവരണം എന്നുള്ള രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമല്ല. ഒരു രാജ്യത്ത് യാത്ര നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരമായ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൂമിക്ക് താഴെയുള്ള ഏത് കാര്യങ്ങളും ഇടപെടുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റുകാരൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവശാസ്ത്രപരമായി പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് തന്നെ പല കോട്ടുകളും എടുത്തുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തു എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത്. അദ്ദേഹം അതിവിടെ വളരെ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. ഈ ചരിത്രത്തിൽ ക്രിസ്തീയ സഭ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ ഒരു പ്രത്യേക മതവിഭാഗം സ്ഥാപിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കും നിങ്ങളെല്ലാവരും രക്ഷപ്പെടും എന്ന് ഒരു പ്രഖ്യാപനവുമായി വന്ന ഒരാളല്ലായിരുന്നു യേശു ക്രിസ്തു. സമൂഹത്തിലെ ചൂഷിത വർഗത്തിനു വേണ്ടി നിലകൊണ്ടതാണ് യേശു ക്രിസ്തു ചെയ്തത്. ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ആ ദേവാലയത്തിൽ നിന്നും ആട്ടി പുറത്താക്കിയാണ് യേശു ക്രിസ്തു ചെയ്തത്. അത് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൗത്യം. അത് തന്നെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ ഈ ചൂഷണത്തിനെതിരെയുള്ള ഈ പോരാട്ടം അദ്ദേഹം ഇവിടെ വിവരിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടെല്ലാം വരുമ്പോ ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ കച്ചവടവും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആസ്വാദനത്തിന്റെ ഭാഗമായി വരേണ്ടതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. സത്യത്തിൽ ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇന്നത്തെ ക്രിസ്തീയ സഭ സത്യത്തിൽ ചൂഷണം ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. അതും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം പല ബൈബിളിൽ നിന്നുള്ള പല വാക്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ചൂഷിതരും മർദ്ദിതരുമായവർക്ക് വേണ്ടിയുള്ള പോരാട്ടം യേശുക്രിസ്തു നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഏത് ക്രൈസ്തവ പുരോഹിതനാണ് ഈ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത്? അവർക്കെല്ലാം ഇന്ന് കച്ചവടവും മറ്റു താല്പര്യങ്ങളും മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ളത്. അത്തരത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ചൂഷിത വർഗത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടം ബൈബിളിൽ നിന്നും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ചൂഷിത വർഗത്തിനെതിരെ ഏത് രീതിയിലാണ് ചരിത്രപരമായിട്ട് ഒരു പോരാട്ടം നടത്തിയിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ വിവരമാണ് ഈ പുസ്തകത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു പുസ്തകം രചിക്കാനുള്ള ആർജവം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ സാംബൈനോടിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ശ്രീ പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ച ചർച്ച ക്രിസ്തീയ സഭ ചെയ്യുന്നതിലും വലിയ കാര്യമാണ് ഈ യാത്രാ വിവരണത്തിലൂടെ സാം ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. യാത്രാ വിവരണത്തിന് അപ്പുറത്തേക്ക് ഒരുപാട് അപ്പുറത്തേക്ക് ഈ പുസ്തകത്തിൽ ചെന്നെത്താൻ എത്തിയിട്ടുണ്ട്, ചെന്നെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. യേശു നിലകൊണ്ടത് മതരഹിതമായ സമൂഹത്തിനാണ് എന്നാണ് വായനക്കാരന്റെ അഭിപ്രായം. തുടർന്ന് ശ്രീ അസർ കാളത്തോട് സംസാരിക്കും. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സാം, എന്നെ സംബന്ധിച്ച് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനപ്പുറം കേൾക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. വാസ്തവത്തിൽ ഈ പുസ്തകം വായിച്ച് ചില നോട്ടുകൾ തയ്യാറാക്കിയിരുന്നു. തിരക്കിനിടയിൽ അത് എടുക്കാൻ വിട്ടുപോയി. പുസ്തകം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ വായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപാണ് അതിന്റെ PDF ഫയൽ എനിക്ക് ലഭിച്ചത്.
ഒരു യാത്രാ വിവരണം എന്ന നിലയിൽ പുസ്തകം പൂർണ്ണമായിട്ടും വിജയമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഏകദേശം തുടക്കം മുതൽ 12 പേജുകൾ ചരിത്രപരമായ ക്രിസ്തീയ ചരിത്രം പഠിക്കുന്നതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പരാമർശനങ്ങളാണ് നടന്നു പോകുന്നത്. മറിച്ചൊരു യാത്രാ വിവരണം, ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ എസ് കെ പൊറ്റക്കാടും അതുപോലെ തന്നെയുള്ള മഹാന്മാരായിട്ടുള്ള എഴുത്തുകാര് ഉയർത്തിയിട്ടുള്ള ഒരു നിലപാട് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ആ ചരിത്രത്തോട് സാമിന്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സാമിന്റെ നിലപാടുകൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ വിശ്വാസത്തോട് എനിക്ക് യോജിക്കുവാൻ സാധിക്കില്ല. കാരണം യേശുക്രിസ്തു ദൈവമാണെന്ന വിശ്വാസം എന്നെ സംബന്ധിച്ചില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമാണ് ആ പുസ്തകത്തിൽ വെച്ചു പുലർത്തുന്നത്. മറിച്ച് യേശുക്രിസ്തു പ്രവാചകനാണെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഭാവിയിൽ ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി തിരിച്ചു വരും എന്ന് തന്നെയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. 12 പേജുകൾക്ക് ശേഷമാണ് യാത്രയിലേക്ക് പുസ്തകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഭാഷ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാൻ സാമിന് സാധിച്ചിട്ടുണ്ട്. സാം ഒരു എഴുത്തുകാരനെന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇതിനു മുൻപുള്ള പുസ്തകങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഈ വിശ്വാസത്തെ അതിലേക്ക് കൂടുതൽ കൊണ്ടുവരാതെ യാത്രയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പുസ്തക രചനയായിരുന്നുവെങ്കിൽ ഈ പുസ്തകം ഇതിനേക്കാൾ മനോഹരമാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ കൂടുതലൊന്നും എന്നെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പുസ്തകത്തിൽ ഞാൻ വായിച്ചു പോയ ശ്രദ്ധേയമായ നോട്ടുകളുണ്ട്. അത് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ നോട്ടുകൾ തിരക്കിനിടയിൽ, ഞാൻ വൈകിയാണ് എത്തിയത്, തിരക്കിനിടയിൽ എടുക്കാൻ വിട്ടുപോയി എന്നുള്ള ക്ഷമാപണത്തിനോടുകൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സായാഹ്നത്തിന്റെ മേന്മ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള ചർച്ചയായിട്ടുള്ള നടന്നത്. അതായത് സ്വയം ഞാനൊരു ക്രിസ്ത്യനാണെന്നും സ്വയം ഞാനൊരു മുസ്ലിം ആണെന്നും ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമാണ് മുസ്ലിം ആശയമെന്നും മുസ്ലിം ആശയത്തിന് വിരുദ്ധമാണ് ക്രിസ്ത്യൻ ആശയമെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ സധൈര്യം പറയാനുള്ള ഒരു വേദി കലമൊരുക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ സായാഹ്നത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം തന്നെയാണ് ചിലപ്പോൾ ഈ പുസ്തകത്തിലുള്ള നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഷ്റഫ് കാലത്തോട് നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ്: ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എഴുത്തുകാരൻ, കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് വേണമെങ്കിൽ തിരുത്തി നമുക്ക് വായിക്കാം. കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയിട്ടുള്ള ഈ എഴുത്തുകാരൻ ആ രീതിയിൽ തന്നെ യാത്രയെ നോക്കിക്കണ്ടിരുന്നെങ്കിൽ ഈ പുസ്തകത്തിന്റെ മേന്മ കുറച്ചുകൂടെ കൂടുമായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹം ചെയ്ത യാത്രാനുഭവങ്ങളെ വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്തു പോയി എന്നതാണ് ഈ പുസ്തകത്തിന്റെ പോരായ്മയായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിന്റെ ഭാഷാപരമായിട്ടുള്ള മേന്മ അദ്ദേഹം പ്രശംസിക്കുകയും കൂടെ ഉണ്ടായി. അടുത്തതായി ശ്രീ റഹീം സംസാരിക്കും.